മതനിന്ദ ആരോപിച്ച അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യ സൂത്രധാരന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ജില്ലാ ഭാരവാഹിയായിരുന്ന എം കെ നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ, പി വി ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. കേസിൽ വിചാരണക്കാലത്തും ശിക്ഷാവിധിക്ക് ശേഷവും 9 വർഷത്തിലധികം കാലമായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണെന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഉത്തരവ്. കൈവെട്ട് കേസിലെ പ്രധാന പ്രതിയായ എം കെ നാസറിന് ജാമ്യം നൽകുന്നതിനെ NIA എതിർത്തു. എന്നാൽ NIAയുടെ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. NIA ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ സമീപഭാവിയിൽ പരിഗണിക്കാൻ സാധ്യതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, രാജ്യം വിട്ടുപോകരുത്, അന്വേഷണത്തെ സ്വാധീനിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളിലാണ് ജാമ്യം നൽകിയത്. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 3ാം പ്രതിയാണ് എം കെ നാസർ. അധ്യാപകന്റെ കൈവെട്ടാനുള്ള ഗൂഢാലോചനയുടെ പ്രധാന സൂത്രധാരൻ നാസറാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 2010 ജൂലൈയിലാണ് പ്രൊഫസർ TJ ജോസഫ് ആക്രമിക്കപ്പെട്ടത്. 24 കൊച്ചി.